യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ഷിംല എത്തിയിട്ടുള്ള ആദ്യത്തെ നടത്തമാണ്. ഞാൻ ബാഗും തൂക്കി നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അതൊരു ബാഗും തൂക്കിയുണ്ട്. നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരടുത്ത് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തില്ല, മീൻസ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാതെ നമ്മൾ ക്യാബിലൊന്നും അല്ല, നടന്ന് പോയി അല്ലെങ്കിൽ കഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പരിപാടിയിലേക്കാണ് പോകാൻ വേണ്ടി ജസ്റ്റ് പോകുന്നത്. ഈ സൈഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഫുള്ള് നമ്മൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ വഴി കണ്ടതായിട്ടുള്ളൊരു നല്ലൊരു ഹോട്ടലിൽ കയറി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഷിംല യാത്രയിൽ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സ്പോട്ട് ഷിംലയിലെ മാൾ റോഡാണ്. സോ അതിലേക്ക് ചലിക്കാൻ വേണ്ടി നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ആ ഒരു തണുത്ത് വിറച്ച അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചെറിയൊരു ആശ്വാസം പോലെ തന്നെ ഉള്ളിലേക്ക് കയറി. പക്ഷേ ഇവിടുത്തെ വെയിൽ അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റി ഉണ്ട്. വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല വെയിൽ നമുക്ക് ചിലത്ത് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ പയ്യ ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം എന്താ സൈഡിൽ നിന്നുള്ള ഇവിടുത്തെ ഫസ്റ്റ് ടൈം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണ് ഈ ഒരു സ്പോട്ട്. ഈ ഒരു ഹോട്ടലിൻ്റെ ഈ ഒരു സ്പോട്ട് അപാരം തന്നെയായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ ജസ്റ്റ് ഇരുന്ന് കുറച്ച് സമയം ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി. ഫ്രണ്ട്സ് എല്ലാം വഴിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഞാൻ ജസ്റ്റ് ഊഞ്ഞാൽ അടക്കവും കുറച്ച് എൻ്റെ വീഡിയോസ് പിടുത്തം പരിപാടീസൊക്കെ ആയിട്ട് ഇങ്ങനെ ചലിക്കുകയാണ്. ദെൻ അടുത്ത് നമ്മൾ ഓൺ മൂവിങ് ടു ഫ്രണ്ട്സ്. അങ്ങനെ ഇതാണ് മാൾ റോഡ്. മാൾ റോഡിലേക്ക് പോകുന്ന വഴിയിലുള്ള കുറേ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ നല്ല ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഈ ഷോപ്പുകളിൽ നമുക്ക് ജസ്റ്റ് ബാർഗെയിൻ ചെയ്യാം. നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി എവിടെ കഴിഞ്ഞാലും ഫ്രണ്ട്സ് അറ്റ്ലാസ്റ്റ് വി റീച്ച് ദി ഷിംല. ഓക്കെ, അറ്റ്ലാസ്റ്റ് വി റീച്ച് ദി ഷിംല. ഓക്കെ, ഷിംലയിലെ നമ്മുടെ മാൾ റോഡിൽ എത്തിയിട്ടുണ്ട്. മാൾ റോഡിൽ എത്തുമ്പോഴാണ് ഇവിടെ കുറേ ഭംഗിയുള്ള കുറച്ച് നിർമ്മിതികളൊക്കെ ഉണ്ട്. ടൗൺ ഹാൾ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, ഫുഡ് ആൻഡ് സ്ട്രീറ്റ്, പിന്നെ പോലീസ് അസിസ്റ്റൻറ്റ് റൂം. ഫ്രണ്ട്സ്, നമ്മൾ മാൾ റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത്യാവശ്യം നിറച്ച് ജനത്തിരക്കാണ്. എല്ലാ സമയവും അതുവഴി ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കിലൂടെ നമ്മളിങ്ങനെ അതിൻ്റെ പല കാഴ്ചകളും ഒപ്പിയെടുത്ത് ഓരോ സൈഡിലിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെയും ഇവിടെയോട്ടൊക്കെ ഇരുന്ന് കുറേ ടൈം ചിലവഴിച്ചു. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ നല്ല കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം ആ ഒരു ബിൽഡിങ്സിൻ്റെയൊക്കെ ടെക്സ്ചർ നല്ല രസമാണ്. ഇവിടെയൊക്കെ നല്ല സ്നോഫാളുള്ള ടൈമും ഉണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല. സോ അല്ലാത്തൊരു ടൈമിൻ്റെ ആ ഒരു പ്രതീകം മാത്രമേ നമുക്കിവിടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സ്നോഫാൾ നമ്മൾ കാണും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ മണാലിയിൽ വലിയ ഫാഷനിലൊക്കെ കുറച്ച് നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓൺ ദ വേ ഞാനും അടിപൊളിയായിട്ടൊക്കെ മാൾ റോഡിലൂടെ ഒന്ന് സെറ്റായിട്ട് നടന്നു. കുറച്ച് റീൽസൊക്കെ ഒന്ന് എടുത്തു. അങ്ങനെ എൻ്റെ നടത്തമെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ചലിക്കുകയാണ്. ഇവിടെ നമുക്കൊരു സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യൂസ് കിട്ടും കേട്ടോ. അത്യാവശ്യം മാരകമായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്നോ മൗണ്ടൻസിനൊക്കെ വ്യൂസ് കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് ഈ മാൾ റോഡിൻ്റെ ഒരു അറ്റത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രി നമുക്കൊരു പാത്തിലുണ്ട്. ഇവിടെ നമുക്ക് ആ സ്ട്രെയിറ്റ് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാൾ റോഡിൻ്റെ ആ ഒരു ഭാഗമാണ്. നമുക്കിവിടെ സ്ട്രെയിറ്റ് നടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു ചർച്ചൊക്കെ കാണാൻ വേണ്ടി പറ്റും. ചർച്ച ഇവിടെ നമുക്ക് അത്യാവശ്യം ഫേമസ് ആണ്. പിന്നെ കുറച്ച് പടം വരയ്ക്കുന്ന ഒരാളിന് കുറേ പടങ്ങൾ വരയ്ക്കുന്നു. സോ ജസ്റ്റ് പകർത്തിയെന്നേ ഉള്ളൂ. കുറച്ച് നല്ല പിക്ചേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് പകർത്തി. ഇതാണ് നമ്മുടെ മാൾ റോഡിൻ്റെ വേറൊരു സൈഡിലെ പ്ലേസ്. ഈ സൈഡിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ ഒരു CSI ചർച്ചാണ്. നോർത്ത് ഇന്ത്യയിലുള്ള CSI ചർച്ചാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും കുറേ ഫ്രണ്ട്സ്. ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയെ വെല്ലുന്ന തണുപ്പാണ്. ആരോണ് ഊട്ടിയിൽ താമസിക്കുന്നവനാണ്, അവൻ വരെ പെടുത്തു പോയ തണുപ്പാണ്. നാളെ നീ പറ, തണുപ്പ് എങ്ങനെയുണ്ട്? സ്വഭാവമാണ് ഈ തണുപ്പ്. പക്ഷെ നീ വീഡിയോ ഓഫ് ചെയ്യളിയാ. എനിക്ക് Oh, I look straight.